ഹലോ മക്കളെ, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീട്ടിലേക്ക് ഓർക്കും സ്വാഗതം. മാഷാ അല്ലാഹ്. റാഷിയ, അപ്പോൾ ചെറിയൊരു യൂട്യൂബിൽ അവാർഡ് ഇട്ടിട്ടുണ്ടാവും, മേടിക്കാൻ പോട്ടാന്. അപ്പോൾ യൂട്യൂബിൻ്റെ പരിപാടി ഉണ്ട്. അപ്പോൾ എന്തായാലും പ്രോഗ്രാമിന് പുല്ലിച്ചാണ്ട് ഞാൻ പോയിക്കോളാം. ഞാൻ ചെക്കന്മാരുണ്ട്. എമി മോളുണ്ടോ? ഉണ്ടോ? ഒരു ഉമ്മർത്ത് എമി മോളിൽ ഒരു ഉമ്മർത്ത് എല്ലാവർക്കും. മാഷാ അല്ലാഹ്. അപ്പോൾ എന്തായാലും ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ച മതി നമ്മളിപ്പോൾ വീഡിയോ കാണാൻ സാർ കേട്ടോ. ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയ ഒരു അവാർഡാണ് യൂട്യൂബിലെ. മാഷാ അല്ലാഹ്, ഒരുപാട് സന്തോഷമായി അല്ലേ. എന്തായാലും അത് മേടിക്കാൻ പോട്ടെ. എന്തായാലും അപ്പോൾ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ICCന്റെ ഒരു ഇതാണ്, അപ്പോൾ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പോവാണ്. ഞങ്ങളെന്നല്ല, ഞാൻ പിന്നെ ഫ്രണ്ട് സിദ്ദീഖും പിന്നെ ഞങ്ങളെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. എന്തായാലും പോവാണ് അല്ലേ. പിന്നെ എന്തായാലും റാഷിയ വിട്ടാട്ടെ. അതൊക്കെ വീട്ടിൽ പുളി സെറ്റായിട്ട് പുളി വൈബായിക്കണം ഇപ്പോൾ. അപ്പോൾ എന്തായാലും നല്ല മഴയാണ്. റാഷിൻ്റെ വീട്ടിൽ നിന്ന് വേറെ ഞങ്ങൾ പോണത്. അപ്പോൾ റാഷി കുറേ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അല്ലേ റാഷിയ. അപ്പോൾ എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ എവിടെ ഇതൊക്കെ എത്തിക്കണു. രമ്യ ചേട്ടാ, രമ്യ ബൈ. നോക്കുന്നില്ല. ചേച്ചാ ബൈ. അപ്പം എന്തായാലും ഇൻഷാ അല്ലാഹ് പോയിട്ട് വരട്ടെ. മുതൽ മുടക്കിൽ വ്യാപാരം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നത് ഇവർക്ക് ഏറ്റവും വലിയ ആശ്രയം നമ്മുടെ ആശിക്കിനൊക്കെ പോലുള്ള നമ്മൾ അഭിനയിക്കുന്ന ആളാണ്, അഭിനയമോഹിയാണ്, സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ആണ് ഞാൻ ഇതിൽ പങ്കെടുക്കുന്നത്. സാഹിത്യമാണ്, അല്ലാതെയാണ്. അപ്പോൾ പല ഭാഗത്തും എനിക്ക് 1-2 കോളുകളൊക്കെ വന്നു. കാസർഗോഡ് കോഴിക്കോട് ഇവിടെ പങ്കെടുക്കാൻ പാടില്ല, പങ്കെടുത്തു കഴിഞ്ഞാൽ നടപടി ഉണ്ടാകുന്ന എനിക്ക് ഒന്നാൾ എന്നെ വിളിച്ചു. അതെന്താണെന്ന് എനിക്കറിയില്ല. ഞാനിവിടെ പങ്കെടുക്കുന്നത് ഇൻഫ്ലുവൻസർ എന്നതിലുപരി എൻ്റെ നാട്ടിൽ നടക്കുന്ന പരിപാടിയാണ്. അത് മാത്രമല്ല, ഞാൻ അഭിനയിച്ച കൂടൽ എന്ന സിനിമയുടെ പ്രൊമോഷൻ കൂടി ഇവിടെ നടക്കുന്നത്. ബിബിബ്രോയുടെ കൂടെ കൂടൽ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ പ്രൊമോഷൻ അതുപോലെ തന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് എനിക്കതിനെ കുറിച്ച് അറിയില്ല. എങ്ങനെയെന്ന് അഭിനയം മാത്രം അറിയാം. അഭിനയത്തിനോട് ചെറുപ്പം തൊട്ട് ഇഷ്ടം കൂടി നാടകവേദിയിലും സ്കൂൾ രംഗത്തൊക്കെ ഓരോ വേഷങ്ങൾ ചെയ്താണ് ലാലാ മലപ്പുറം എന്ന് പറഞ്ഞ ആളെ കൂടെ കൂടിയത്. അപ്പൊ ചോദിക്കാതെ ആരാണ് കൊമ്പങ്ങാട് പോയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും അറിയാം. മൂപ്പരെ അടിയോണ്ട് ഇന്നീ ഒരു നിലയിലെത്തി. ഇങ്ങനൊക്കെ ഇവിടെ വന്നിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു സന്തോഷമാണ് അല്ലേ. നിങ്ങളാരും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ കൂടി തന്നെ എനിക്ക് പറയാനൊന്നും അറിയില്ല അല്ലേ. അതെ, അപ്പോ നമ്മുടെ പങ്ക്, ഞാനങ്ങനെ വിളിക്കാം, പങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ണിയാട്ടെ ഒരുമിച്ച് ഒരു പടം ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അതിപ്പോ അനൗൺസ് ചെയ്യുന്നുണ്ടല്ലോ പടം ഏതാന്നുള്ളത്. അതായത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ സത്യപരമായി ഒന്നും നോക്കിക്കേ. ഇന്നലെ രാത്രി മാടമ്പള്ളി മുറ്റത്ത് വെച്ച് കണ്ട ആളിനെ അകത്ത് കെട്ടിയിട്ടുണ്ട്. വേറെ ആരുമല്ല, മാടമ്പള്ളിയിലെ പഴയ തമിഴ് തന്നെ. അസമയത്ത് അവിടെ നിൽക്കാതിരുന്നുണ്ടല്ലോ, ആയുസിന്റെ ബലം കൊണ്ട 4 തലവ് കുടിച്ചിട്ടുണ്ട്. സംസാരിക്കാൻ എന്നേക്കാൾ കൂടുതൽ ഈ സിനിമയുടെ സംവിധായകര് 2 പേരാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, 2 സംവിധായകർ ചേർന്നാൽ മലയാളത്തിൽ ഹിറ്റുകൾ ഉണ്ടാവും എന്നുള്ളത്. അതില് ഷാനു കാക്കൂർ എന്ന് പറയുന്ന കിട്ടിയില്ലേ കിട്ടില്ലല്ലേ, കിട്ടില്ലോ. ഇങ്ങനെ വിളിക്കണം വരുന്നുണ്ട്. മെയിൻ നായിക വരുന്നുണ്ട്. മെയിൻ നായിക വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ
പൊടിക്കിട്ട കസട്ടാ പിന്നെ അവിടെ വന്നപ്പോൾ കാണാം കേട്ടോ നല്ല കേക്ക്, അതേപോലെ തന്നെ നല്ല അടപ്രഭത പായസം ഉണ്ട്, കേക്ക് ഉണ്ട്, സലാഡ് ഉണ്ട്. നല്ല തീറ്റയ്ക്കാണ്. ഫുഡിന് ക്യൂ നിൽക്കേണ്ടത് ഇതാട്ടാ കാണുന്നത്. ഫുഡിൻ്റെ ക്യൂ ആണ്. എൻ്റെ കൂടെ ഒന്ന് രണ്ടു നടക്കാറുണ്ട്, ഓലെ കാണാമല്ലോ. ഫുഡിൻ്റെ സ്പെഷ്യൽ ക്യൂ നിൽക്കണ ഗൈസ്. ഭക്ഷണം കഴിച്ച് വികാരം കഴിച്ച് അത്രേ ഉള്ളു. ഫസ്റ്റ് അവിടുത്തെ ഫുഡ് തുടങ്ങിയാണ് ഞങ്ങളുടെ എത്തി. എന്തെങ്കിലും വിശേഷം? ഫുഡ് എങ്ങനെ ഉണ്ട്? ഫുഡ് സത്യം പറഞ്ഞു, ഞാൻ ഫുഡിന്റെ ബ്ലോഗറൊന്നുമല്ല. അത് ദോശ പത്തിന് ഇവിടെ ഉണ്ടാന്നോ? ഓ അത് കിട്ടിയില്ല കേട്ടോ. അത് പറഞ്ഞേ ഫുഡ് സാറല്ലേ എന്താ പഠിച്ച കുറച്ചുള്ളൂല്ലേ? എന്തത് വീട് കാണുവാൻ കുറച്ചെടുത്തുള്ളൂ. ഇതാ ബാക്കി ഇവിടെ ഉണ്ട്. ഒടുക്കത്തെ തീറ്റയല്ലോ. മെല്ലെ തിന്നു മെല്ലെ തിന്നു മെല്ലെ തിന്ന് പതി തിന്നാന്നെങ്കിൽ നല്ല മോളെ. എൻ്റെ കൂടെ വേറെ ആളുണ്ടെന്നില്ല. എവിടെ ഒരു ലോഡ് ചോറ് തിന്നു, ഐസ് ഇത് നിന്നിട്ട് രണ്ടാമത്തെ തൊട്ട ഇതാക്കണത്. ഏട്ടാ അപ്പോൾ രണ്ടാമത്തെ തൊട്ടോ സുഖല്ലേ? ഇവിടെ പിന്നെ ഒരാൾക്കും കൊടുക്കാതെ ഫുൾ തീറ്റാണ്. ഒരു രണ്ട് പാട്ട് പാടി തിന്ന. അല്ല ബസ് രണ്ടുപേര് പാട്. ബസ് രണ്ടുപേര് പാട്ട് പാട്. റെഡി വാൺ. ഏതില് പാട്ട്? മറ്റോടെ ബാനറോടെ ഈറ്റവിടെ അവിടെ പേര് എന്താണുണ്ടോ കേട്ടോ. അവിടെ പേര് എന്താണുണ്ടാവുക? അല്ലേ ഫുഡ് എവിടെ? അവിടെ ഉണ്ടാവൂലേ? യൂട്യൂബാ ചായയുടെ ക്ലാസ് അവിടെ നോക്കി. എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് സംഗീതം ഞാൻ കാണരുത്. ഇഷ്ടപ്പെട്ട രണ്ട് സംഗീതം നീ ഇൻഡു കൊടുക്കും. നീ മൂപ്പിളക്ക് ഫോൺ കൊടുക്കും. ഇഷ്ടപ്പെട്ട മൂന്ന് സംഖ്യ എടുക്കും. ഇഷ്ടപ്പെട്ട മൂന്ന് സംഖ്യ അടിക്കണ്ടേ? എനിക്ക് ഇഷ്ടപ്പെട്ട മൂന്ന് സംഖ്യ ഇനി പ്ലസ് അടിക്കും. പ്ലസ് അടിച്ചോ? നീ മൂപ്പിളക്ക് ഫോൺ കൊടുക്കും. ഇഷ്ടപ്പെട്ട രണ്ട് സംഖ്യ കൊടുക്കും. നീ സമം കൊടുക്കും. നീ പോയി ടോട്ടൽ ബില്ലൊന്നും ഉണ്ട്. നീ മനസ്സിൽ വിചാരിച്ച സംഖ്യ എന്ന് പറഞ്ഞാൽ അതിൽ അടിച്ച സംഖ്യ മനസ്സിൽ വിചാരിക്കും. ഓക്കെ ഫസ്റ്റ് അതിൽ 7 ആണോ? ഓക്കെ നോക്കല്ല അതിൽ ഉത്തരം. പിന്നെ 8 ആണോ? 6 ആണോ? 7 ആണോ? അതിൽ 7 ആണോ? അല്ല നാലാമത്താക്കാം. അതിൽ 7 ആണോ? ഉത്തരം നോക്ക്. 7 ആണോ? 8 ആണോ? 6 ആണോ? 12 ആണോ? ഓക്കെ ഇനി ഫോണിൽ കുറച്ച് കൈ 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 തടി
മക്കളെ അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടി. മാഷാ അല്ലാഹ് ഒരുപാട് സന്തോഷമായി. എന്തായാലും രാവിലെ മുതൽ കിട്ടും. റാഷൻ നല്ല ഉറക്കാണ്. എന്തായാലും ഇൻഷാ അല്ലാഹ് ഒരുപാട് സന്തോഷമായി. ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റി. നല്ല ഫുഡും കാര്യങ്ങളും ഐസിൻ്റെ നല്ലൊരു അവാർഡ് കിട്ടി. എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ചെറിയ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കാണുന്നവർക്കും ബൈ.